ഇപ്പോൾ പി കെ ശശി മാധ്യമങ്ങളെ കാണുന്നു. ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേയില്ല. തുടരും എന്നാണ്. അത് ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നാളെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആശയപരമായില്ല. നാളെ നിങ്ങൾ പാലക്കാട്ട് ഉണ്ടാകുമോ അതോ നിങ്ങൾ കൊച്ചിയിലുണ്ടാകുക അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നയാളാണ്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി മുറുകെ പിടിക്കുന്നയാളാണ് ഞാൻ. എൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം നിങ്ങൾക്കിത് കാണാൻ പറ്റും. കഴിഞ്ഞ 40-45 വർഷക്കാലമായി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജി മാർക്സിസം ലെനിനിസത്തിൻ്റെ ഐഡിയോളജിയാണ്. അതിൻ്റെ രാഷ്ട്രീയമായ വീക്ഷണം മുറുകെ പിടിക്കുന്നയാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് UDF-ലേക്ക് പോകുന്നത് എന്നെല്ലാം ചോദിക്കുന്നത് ശുദ്ധ ആഭാസമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ തദ്ദേശ മുമ്പ് മുതൽ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും പറയുന്നുണ്ട് പി കെ ശശിയെ ഞങ്ങൾ പാർട്ടിയിലേക്ക് എത്തിക്കും. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പി കെ ശശിക്കെതിരായി മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള ചില പ്രകടനങ്ങളും ചില മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. ഇത് കാണുന്ന UDF-കാർ അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തൂല്ലേ? ആ ശ്രമം അവർ നടത്തിയിട്ടുണ്ടാകും. അത് ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഈ നേതാക്കന്മാർ ആരും ബന്ധപ്പെട്ടിട്ടില്ല, ഇന്നേ വരെ ബന്ധപ്പെട്ടിട്ടില്ല, ഈ സെക്കൻഡ് വരെ ബന്ധപ്പെട്ടിട്ടില്ല. അയ്യേ, VK ശ്രീകണ്ഠനും ഞാനും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള പരിപാടി നടന്നിട്ടുണ്ട്. അതാ നമ്മളെ തിരുവിഴാങ്കുന്ന് സ്കൂളിൻ്റെ CPUP സ്കൂളിൽ അതിൻ്റെ 50ാം വാർഷികാഘോഷം അതുമായി ബന്ധപ്പെട്ട് അവർ ക്ഷണിച്ചത് എന്നെയും അയാളെയാണ്. അടുത്തടുത്തിരിക്കുമ്പോൾ ഈ വെട്ടിയിട്ട മരം പോലെയല്ലല്ലോ മനുഷ്യനിരിക്കുക. പരസ്പരം സംസാരിക്കും, തമാശ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങളും അയാൾ എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ജില്ലാ നേതൃത്വമായി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് പറഞ്ഞില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. സ്വാഭാവികമായിട്ട് താങ്കൾ CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബ്രാഞ്ചിന്റെ ഒരു അംഗം കൂടിയാണല്ലോ, പാർട്ടി മെമ്പറാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊന്നും അറിയിക്കേണ്ടത് ഇവിടെയൊന്നും അല്ല. ഇവരൊന്നും അല്ലല്ലോ അത് തീരുമാനിച്ചത്. അല്ല, അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയിക്കും. താങ്കൾ കുറച്ചു കാലമായി ഇപ്പൊ പാർട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം നടന്നിരുന്നോ? അതൊന്നും ഇപ്പൊ നമ്മൾ തമ്മിൽ പങ്കുവെക്കേണ്ട കാര്യമല്ലല്ലോ. പാർട്ടി ആളുകൾ ആരെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു, ആരെക്കുറിച്ച് അങ്ങോട്ട് പറയുന്നത്? പറഞ്ഞു കേട്ടൊരു കാര്യം, നിങ്ങള് മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു, എന്നെയും എന്നോടൊപ്പം പല കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ ഊഹിച്ചു പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഊഹിച്ചു പറയുന്നതാണ്. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തെല്ലാം അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അത് ഏത് ദിവസം പോയി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതൊന്നും എന്നോട് സംസാരിക്കാനോ അതൊന്നും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ മീഡിയ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഒരുക്കമേ അല്ല. കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ചില ആളുകൾ CPM വിമതരായി നിൽക്കുന്നു, CPM അസംതൃപ്തരായി നിൽക്കുന്നില്ല. അവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ എനിക്കറിയില്ല. സതീശൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, സതീശൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു പക്ഷേ കിട്ടാം. പക്ഷെ സതീശൻ എന്നോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. ക്ഷണിച്ചാൽ പോവോ? ഏത് അത് അവരിന്നേവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അവരെന്നോട് ഔപചാരികമായിട്ട് എന്നോട് സംസാരിക്കാത്തൊരു കാര്യത്തെ പറ്റി പോകുമോ എന്നുള്ളത് അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂന്യാകാശത്തു നിന്നൊരു ചോദ്യം, ശൂന്യാകാശത്തു നിന്നുള്ള മറുപടി. ഒരു 6-7 ദിവസം മുമ്പ് സതീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പി കെ ശശിയുമായി ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പി കെ ശശിയുമായിട്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജില്ലയിൽ അസംതൃപ്തരുടെ യോഗം കൂട്ടായ്മയുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ.
എനിക്കറിയില്ല. അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ള ചിന്ത അത് വിളിച്ചു കൂട്ടുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഇത്രയും നല്ല രീതിയിൽ KTDC ചെയർമാൻ സ്ഥാനത്ത് താങ്കൾ പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ടും ഒരാക്ഷേപം എനിക്കുമില്ല, അതെ, അവിടെ ജീവനക്കാർക്കുമില്ല, അവിടെയുള്ള നിലവിലുള്ള ഡയറക്ടർ ബോർഡിനില്ല, ബന്ധപ്പെട്ട മന്ത്രിക്കില്ല, സർക്കാരിനില്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു രാജി? അല്ല, രാജിവെക്കുന്നത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല, വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. അല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവന് വ്യക്തിപരമായ ചില പ്രയാസങ്ങളുണ്ട്. എല്ലാ വ്യക്തിപരമായ പ്രയാസങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതല്ല. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കില്ല അത്. രാജി സ്വാഭാവികമായിട്ട് ചർച്ചയാകുമല്ലോ. ഏത് സർക്കാരിനെ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഒരു സാന്ദർഭികമായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരൂലല്ലോ. ഈ സ്വാഭാവിക ഗോവിന്ദ മാഷിന്റെ യാത്രയിൽ പങ്കെടുക്കാതിരിക്കുക, അതിന് പിന്നാലെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അല്ല, നിങ്ങൾ പറഞ്ഞു ഗോവിന്ദ മാഷ ജാഥയെ പങ്കെടുക്കുന്നില്ല, VD സതീശന്റെ ജാഥയെ പങ്കെടുക്കുന്നു പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇന്നലെ അവിടെ പങ്കെടുത്തോ? അത് പങ്കെടുത്തില്ലല്ലോ. പിന്നെന്താ? വന്നിട്ടില്ലേ? അവസാനിച്ചിട്ടില്ല. അല്ലല്ല, മണ്ണാർക്കാട് കഴിഞ്ഞു. തൃശ്ശൂർ ജില്ല മണ്ണാർക്കാട് ജാഥ കഴിഞ്ഞു. മണ്ണാർക്കാട് എത്തുന്നാ പറഞ്ഞു. മണ്ണാർക്കാട് ഞാൻ പങ്കെടുക്കുന്ന പറഞ്ഞു നിങ്ങള്. അല്ല, താങ്കൾ പാർട്ടി മെമ്പറാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് ഗോവിന്ദ മാഷ് ജാഥയിൽ പങ്കെടുക്കേണ്ടതല്ലേ? എവിടെ? അല്ല, അന്ന് സുഖം ഉണ്ടായിരുന്നില്ല. താങ്കൾക്ക് ഇപ്പൊ CPM നല്ല രീതിയിലുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നെന്തെങ്കിലും? അതൊന്നും നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട പ്രശ്നമല്ലോ. പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെയാണ് തരംതാഴ്ത്തൽ നടപടി ഉണ്ടായത് എന്നുള്ള പറയാനുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി കൃത്യമായി കേൾക്കാതെയാണ് ഈ തരംതാഴ്ത്തൽ. ഞാൻ അത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി PBക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർഷം, അതായത് ഒരു പാർട്ടി നടപടി നേരിട്ടതിന്റെ മുകളിൽ തന്നെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഈ നടപടിന്റെ മുകളിൽ നടപടി എന്ന രൂപത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെയും മാറി ചിന്തിച്ചിട്ടില്ലല്ലോ ഞാൻ. CPM തുടരും താങ്കൾ? അല്ല, ഇപ്പൊ CPM ആണ് ഞാൻ. ഇപ്പൊ അതേപോലെ തന്നെ തുടരും? അല്ല, ഇപ്പൊ CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ നേരത്തെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കരുത്. ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ നോ അങ്ങനെ ചോദ്യം ചോദിക്കരുത്. അല്ല, താങ്കളെ ഒറ്റപ്പാലത്തേക്ക് പരിഗണിക്കുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഉള്ള ഒരു ധാരണയും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആലോചനയും എന്റെ മനസ്സിൽ. അസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഇരിക്കുക. മനുഷ്യനല്ലേ, നിങ്ങളെല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എല്ലാ നിലയിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ചില കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ പിന്നെ 24-ൽ നിന്ന് വളരെ പെട്ടെന്ന് കിറ്റ് ചെയ്തിട്ട് ബിഗ് TVയിലേക്ക് മാറുന്നു.